മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു സത്യപ്രതിജ്ഞ. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് സുനേത്ര. CP അഖില വിവരങ്ങളുമായി ചേരുന്നു. അഖില, അങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം, ആ അപകടത്തിൽ അജിത് പവാറിന്റെ മരണം, തൊട്ടു പിന്നാലെ ഭാര്യ സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? ഇപ്പോൾ അല്പസമയം മുൻപാണ് സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. സേതു സൂചിപ്പിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായൊരു സാഹചര്യത്തിലാണ് സുനേത്ര പവാർ അധികാരമേൽക്കുന്നത്, ഉപമുഖ്യമന്ത്രിയായ അധികാരത്തിലേക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ പ്രബലരായ രണ്ട് നേതാക്കൾക്കൊപ്പം ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏകനാഥ് ഷിൻഡേക്കും ഒപ്പമാണ് ഇപ്പോൾ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇനി ഇവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ദേവേന്ദ്ര ഫട്നാവിസിനോടൊപ്പവും ഈ ഏകനാഥ് ഷിൻഡേക്കും ഒപ്പമാണ് ഇവരുടെ പേരുകൾ ഇനി ചേർത്ത് വെക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സജീവമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ഒരു പരിചയം സുനേത്ര പവാറിനില്ല. മാത്രമല്ല, ലോക്സഭയിൽ മത്സരിച്ചിരുന്നെങ്കിൽ പോലും പരാജയപ്പെടുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്ര രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച പരിചയമില്ലാത്ത ഒരാൾ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറിന്റെ പിൻഗാമിയായി വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് സുനേത്ര പവാർ. നിലവിൽ MLA അല്ല. ഈ ബാരാമതിയിൽ ഇനി 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ MLA ആയി അധികാരത്തിൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായൊരു സാഹചര്യം. അജിത് പവാർ മരണപ്പെട്ട് വെറും 4 ദിവസം പൂർത്തിയായിട്ടില്ല. 3 ദിവസം കഴിഞ്ഞതിനുള്ളിലാണ് ഇപ്പോൾ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരു നിറയെ വെല്ലുവിളികൾ അവരുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ എക്സൈസ് കായിക വകുപ്പുകളാണ് സുനേത്ര പവാറിന് നൽകിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് കൈമാറുമോ എന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ അത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് നിയമസഭാ കക്ഷി നേതാവ്, അതായത് NCPയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് സുനേത്ര പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി കൂടെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് സുനേത്ര പവാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. മാത്രമല്ല, ഈ രാജ്യസഭ MP കൂടിയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ശരത് പവാറിന്റെ NCPയുമായി കൂടിക്കാഴ്ച യോഗങ്ങൾ നടക്കാനിരിക്കുകയാണ്. അതിലും നിർണായകമായ മാറ്റങ്ങൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് സേതു കരുതുന്നത്. തീർച്ചയായും അഖില ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഈ സുനേത്രയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവർത്തന പരിചയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നമുക്കറിയാവുന്ന പോലെ അജിത് പവാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു അധികാരനായിരുന്നു. NCPയിലെ ഈ മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പ്രവൃത്തി പരിചയം നന്നേ കുറവാണ് ഈ സുനേത്രയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഉപമുഖ്യമന്ത്രിയായി പ്രത്യേക ഒരു സാഹചര്യം നമുക്കറിയില്ല, ഒരു സവിശേഷ സാഹചര്യമാണിത്. ഈ കുടുംബത്തിൻ്റെയും അവരുടെയൊക്കെ അവസ്ഥ അങ്ങേയറ്റം ദുഃഖകരവും ഒക്കെയുമായിരിക്കും. അപ്പോൾ ഈ ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റ വെല്ലുവിളികളെ ഏറ്റെടുക്കുകയാണ് സുനേത്ര. അത് നമുക്ക് അഭിനന്ദിക്കാവുന്നതുമാണ്. പക്ഷേ അപ്പോഴും ഇനി എങ്ങനെയാണ് സുനേത്രയുടെ മുന്നോട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലൈഫ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? സൂചനകളോ കുടുംബത്തിൻ്റെയൊക്കെ പ്രതികരണം വരുന്നുണ്ടോ? സേതു, ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. കാരണം വെറും 4 ദിവസം മാത്രമേ അജിത് പവാറിൻ്റെ മരണശേഷം വെറും 4 ദിവസം ആകുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇത്ര വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ കാര്യമാകില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല, പാർട്ടിയുടെ നേതൃത്വം കൂടി അജിത് പവാർ നേതൃത്വം നൽകിയിരുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തം കൂടി സുനേത്ര പവാർ ഏറ്റെടുക്കുകയാണ്. തീർച്ചയായും സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ. കാരണം 2024 ലോക്സഭയിൽ മത്സരിക്കുന്നുണ്ട്, പരാജയപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്ര കണ്ട രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു അജിത് പവാറിനൊപ്പം ചേർത്ത് വെച്ചതാണ് എപ്പോഴും സുനേത്ര പവാറിന്റെ പേര്. അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യം, ഒരു പ്രവൃത്തി പരിചയം രാഷ്ട്രീയത്തിലില്ല എന്നുള്ളത് എടുത്തു കാണിക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ഇവരുടെ ഒരു പ്രവൃത്തി എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനെ എടുക്കുകയാണെങ്കിലും ഏകനാഥ് ഷിൻഡെ എടുക്കുകയാണെങ്കിലും അജിത് പവാറിനോടൊപ്പം തന്നെ അവരും വലിയ നേതൃത്വം, രീതിയിലുള്ള വലിയ നേതാക്കളാണ്. അപ്പോൾ അവരോടൊപ്പം ചേർന്നാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ മത്സരിക്കേണ്ടത് ഈ 2 നേതാക്കളുടെ ഒപ്പമാണ് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. കുടുംബത്തിൻ്റെയും ഈ പറയുന്നത് പോലെ മറ്റ് NCPയുടെ നേതാക്കളുടെയും എല്ലാം പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുനേത്ര പവാർ ഈ ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വെല്ലുവിളിയാകും. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അഖില CP ആണ് വിവരങ്ങൾ നൽകിയത്.